कैसे हो സ്നേഹാമസാണ് ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത്. വരൂ നമുക്ക് കുറച്ച് ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പൊ ഇതിൽ പലർക്കും ഹിന്ദിയിൽ അക്ഷരമാല അറിയുന്നുണ്ടാവും, ചിലപ്പോൾ വായിക്കാൻ അറിയുന്നുണ്ടാവും. പക്ഷെ സെന്റൻസ് എഴുതുക എന്ന് പറയുന്നത് ടാസ്ക് ആണ് മിസ്സേ, ടാസ്ക് ആണ്. അങ്ങനെയാണോ? അങ്ങനെയുള്ള മക്കൾ പേടിക്കേണ്ട. സെന്റൻസ് എഴുതാനുള്ള എളുപ്പവഴിയായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഈ തൊട്ട് നമുക്ക് ചറപറ എന്ന് ഹിന്ദി എഴുതാൻ പറ്റും. അപ്പൊ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹിന്ദിയിലെ സ്ട്രക്ചർ എന്താണ് എന്ന് പഠിക്കലാണ്. അതായത് ഇംഗ്ലീഷിൽ നമുക്ക് പഠിച്ചുകൊണ്ട് ഹിന്ദിയിലേക്ക് പോവാം അല്ലേ. അപ്പൊ മക്കൾ ശ്രദ്ധിച്ചിരുന്നോളാം. ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്ന സെന്റൻസിന്റെ സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ് അല്ലേ. അതായത് പ്രവൃത്തി ചെയ്യുന്ന ആൾ നമ്മൾ സബ്ജക്ട് എന്ന് പറയും. വേർബ് എന്ന് വെച്ചാൽ ക്രിയയാണ്. നമ്മുടെ പ്രവൃത്തി എന്താണോ അതാണ് വേർബ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മുടെ പ്രവൃത്തി എന്തിലാണോ പോയി പെടുന്നത് അതാണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ള ഫോമിലാണ് ഇംഗ്ലീഷിൽ നമ്മൾ സെന്റൻസ് എഴുതുന്നത് അല്ലേ. പക്ഷെ ഹിന്ദിയിൽ എത്തുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. ഈ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. നോക്കിക്കേ, സബ്ജക്ട് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് വേർബ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഹിന്ദിയിലെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്താ വ്യത്യാസം വന്ന് നോക്കിക്കേ മക്കള്. ആദ്യം എന്താണോ ക്രിയ, ആരാണോ ചെയ്യുന്നത് അവരാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതുന്നത് ആ ക്രിയ ചെന്ന് പെടുന്ന ആളെയാണ് അല്ലേ, അതായത് ഒബ്ജക്റ്റ് ആണ്. രണ്ടാമത് നമ്മൾ ഒബ്ജക്റ്റ് എഴുതി. ഏറ്റവും അവസാനമാണ് നമ്മൾ പ്രവൃത്തി എഴുതുന്നത്, വേർബ് എഴുതുന്നത് അല്ലെങ്കിൽ ക്രിയ എഴുതുന്നത് അല്ലേ. അപ്പോൾ മക്കൾ ഇത്ര മാത്രമേ ആലോചിച്ച് വെക്കേണ്ടതുള്ളൂ. അവസാനമാണ് നമ്മുടെ ഹിന്ദിയിൽ എപ്പോഴും നമ്മൾ ക്രിയ എഴുതാറ്, നടുവിലല്ല. ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് എഴുതാൻ പറ്റും. കുറച്ചും കൂടി സിമ്പിൾ ആക്കി തരട്ടെ. എക്സാമ്പിൾ വെച്ച് പഠിച്ചാലോ. നോക്കിക്കേ, ചുന്നി ഈറ്റിംഗ് ഫുഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ഒരു സെന്റൻസ് ആണ്. അത് സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ള ഫോമിലാണ് നമ്മൾ എഴുതിയത്. പക്ഷെ ഹിന്ദിയിലേക്ക് അത് എത്തുമ്പോൾ എങ്ങനെയായിട്ട് മാറുടാ? ചുന്നി ഫുഡ് ഈറ്റിംഗ് എന്നായിട്ട് മാറും. അതായത് ചുന്നി ഖാന ഖാത്തി ഹേ എന്നായിട്ട് മാറും. അവസാനം നമ്മൾ എഴുതേണ്ട ആൾ ആരാണ്? വേർബാണ്. നമ്മുടെ സെന്റൻസ് അവസാനിക്കുന്നത് എങ്ങനെയായിരിക്കും? വേർബിലായിരിക്കും. അപ്പൊ മക്കൾ ഈ സ്ട്രക്ചർ ആലോചിക്കുക. SOV എന്ന് പറയുന്ന സ്ട്രക്ചറിലാണ് ആരെ നമ്മൾ എഴുതേണ്ടത്? ഹിന്ദിയെ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. നോക്കിക്കേ, നമ്മൾ പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ പഠിക്കാതെ നമുക്ക് എന്ത് എഴുതാൻ പറ്റത്തില്ല? നമ്മുടെ ഹിന്ദിയിൽ സെന്റൻസ് എഴുതാൻ പറ്റത്തില്ല അല്ലേ. ഇതെന്ന് പറയുന്ന വലിയൊരു കടലാണ് എനിക്കറിയാം. പക്ഷെ നമ്മൾ എന്ത് മാത്രം പഠിച്ചാൽ മതി? ഒരു ബക്കറ്റ് മാത്രം പഠിച്ചാൽ മതി. ഒരു ബക്കറ്റ് വെച്ച് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഹിന്ദിയിൽ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നോക്കിക്കേ, ശ്രദ്ധിച്ച് കേട്ടോളാം കേട്ടോ മക്കള്. ചുന്നി ഖാന, ഖാന എന്ന് വെച്ചാൽ എന്താണ്? ഭക്ഷണമാണ് അല്ലേ. ചുന്നി ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ പ്രസന്റ് എന്ന് വെച്ചാൽ എന്താണ് മക്കൾക്ക് അറിയുന്നത്? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, ഇപ്പൊ നടക്കുന്ന കാര്യമാണ് പ്രസന്റ് എന്ന് പറയുന്നത്. ചുന്നി ഭക്ഷണം കഴിക്കുന്നു, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് നമ്മൾ ഹിന്ദിയിൽ എങ്ങനെ എഴുതും എന്നുള്ളതാണ്. ചുന്നി ഖാന, ഖ എന്ന് പറയുന്നത് നമ്മുടെ വേർബിന്റെ ഫോമാണ്. നമ്മുടെ ക്രിയ പ്രവൃത്തി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഖായാണ്. ഈ ഖായുടെ കൂടെ തീ ഹേ ചേർത്ത് കൊടുത്താൽ നമ്മുടെ പ്രസന്റ് കാര്യമായി. അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഹിന്ദിയിൽ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വേർബിന്റെ കൂടെ തീ ഹേ ചേർത്ത് കൊടുത്താൽ മതി. എന്താണ്? തീ ഹേ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മക്കളെ, ഹേ വെച്ച് അവസാനിക്കുന്ന ഒരുപാട് സെന്റൻസ് കണ്ടിട്ടുണ്ടാവും. അതൊക്കെ എന്താണ്? പ്രസന്റ് ടെൻസിലാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. തീ ഹേ എന്നുള്ള കാര്യം ആലോചിക്കാം. ഇനി നടക്കുന്നത്, ചുന്നി ഭക്ഷണം കഴിക്കുന്നത് പണ്ടുള്ള കാര്യമാണ് പറയുന്നത്. അതായത് പാസ്റ്റത്തെ കാര്യമാണ് പറയുന്നത്. ചുന്നി ഭക്ഷണം കഴിച്ചിരുന്നു. എന്താണ്? ചുന്നി അങ്ങ് പണ്ട് ഭക്ഷണം കഴിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ ഹിന്ദിയിൽ എങ്ങനെ പറയണം? നോക്കിക്കേടാ, ചുന്നി ചുന്നി തന്നെ അല്ലേ. ഖാന, ഓക്കെ, ഖാനയാണ്. ഖാ എന്ന് പറയുന്ന വേർബിന്റെ കൂടെ നമ്മൾ തീ തീ ചേർത്ത് കൊടുക്കണം. എന്താണ്? തീ തീ ചേർത്ത് കൊടുക്കണം. പ്രസന്റ് ഉള്ളതിന് തീ ഹേ ചേർത്ത് കൊടുത്തു, പാസ്റ്റ് ഉള്ളതിന് തീ തീ ചേർത്ത് കൊടുത്തു അല്ലേ. ഖാ തീ തീ, ചുന്നി ഭക്ഷണം കഴിച്ചിരുന്നു. തീ എന്ന് പറയുന്നത് എപ്പോഴും പണ്ടുള്ള കാര്യത്തിനെ സൂചിപ്പിക്കുന്നതാണ്. തീ എന്ന് പറയുന്നത് പണ്ടുള്ള കാര്യത്തിനെ സൂചിപ്പിക്കുന്നതാണ് എന്നുള്ളത് മക്കള് ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പൊ സെന്റൻസ് എഴുതുമ്പോൾ തീ എന്ന് നിങ്ങൾ താഴെ ചേർക്കണം അല്ലെ. നിങ്ങളുടെ അവസാനത്തെ ആ സെന്റൻസിന്റെ അവസാനം കൊണ്ടുപോയി ചേർത്ത് കൊടുക്കണം.
ഇനി കാര്യം നടക്കുന്നത് ഫ്യൂച്ചറിലാണ്, അതായത് ഭാവിയിൽ ഒരു കാര്യമാണ് പറയുന്നത്. ചുന്നി ഭക്ഷണം കഴിക്കും. എന്താണ്? ചുന്നി കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ അല്ലെ? ചുന്നി ഭക്ഷണം കഴിക്കും എന്നുള്ളത് ഹിന്ദിയിൽ നമ്മൾ എങ്ങനെ പറയും? ചുന്നി ഖാന ഖായേങ്കി. എന്താണ്? ഖായേങ്കി, കഴിക്കും. ഏങ്കി ചേർത്ത് കൊടുക്കണം. ഫ്യൂച്ചറത്തെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഏങ്കി ചേർത്ത് കൊടുക്കണം. സോയേങ്കി, ഉറങ്ങും. രോയേങ്കി, എന്ത്? കരയും. അങ്ങനെ ഏങ്കി ചേർത്ത് കൊടുക്കണം. എന്തിന്? നമ്മൾ ഫ്യൂച്ചറിലുള്ള കാര്യം പറയാൻ. അപ്പൊ ഒന്നുമില്ല, പ്രസന്റിൽ തി ഹേ ചേർത്ത് കൊടുത്തു, പാസ്റ്റിലാണെങ്കിൽ തി തി ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഫ്യൂച്ചറത്തെ കാര്യമാണെങ്കിൽ എന്ത് പറയും? ഏങ്കി ചേർത്ത് കൊടുത്തു അല്ലെ? ഏങ്കി എന്ന് പറയുന്ന സാധനം ചേർത്ത് കൊടുത്തു. ഇത് മാത്രം പഠിച്ചാൽ പോരോ ഒരു സെന്റൻസിന്? കുറച്ച് കാര്യം കൂടി പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നോക്കിക്കേ മക്കളെ, നമ്മുടെ ഹിന്ദിയിലുണ്ടല്ലോ പെൺകുട്ടികൾക്കൊരു നിയമം, ആൺകുട്ടികൾക്കൊരു നിയമം, ഇനി ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേറെ നിയമം, അങ്ങനെയാണുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചറിനെ മാറ്റി എഴുതാൻ പറ്റും. ശ്രദ്ധിച്ച് കേട്ടോളെ, നോക്കിക്കോളെ. എന്താണ്? ലഡ്കി നാച്തി ഹേ. പെൺകുട്ടിയാണ് നൃത്തം ചെയ്യുന്നത് അല്ലെ? പെൺകുട്ടിയാണ് നൃത്തം ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രസന്റിൽ അതിനെന്ത് പറയും? ലഡ്കി നാച്തി ഹേ എന്നാണ്. നാച്തി ഹേ എന്ന് പറയും അല്ലെ? ഇനി പാസ്റ്റ് ആണ് പറയുന്നതെങ്കിൽ ലഡ്കി നാച്ച് തീ തീ എന്ന് പറയും. എന്ത് പറയും? തീ തീ എന്ന് പറയും. ഇനി ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം പറയുകയാണെങ്കിലോ ലഡ്കി നാച്ചേങ്കി എന്ന് പറയും. എന്ത് പറയും? ഏങ്കി എന്നുള്ള സാധനം ഉപയോഗിച്ചിട്ട് നാച്ചേങ്കി എന്നാക്കി അല്ലെ? അപ്പൊ ഇവിടെ ഒരു കാര്യം മക്കൾ ശ്രദ്ധിച്ചോ, പെൺകുട്ടികൾക്ക് എപ്പോഴും നമ്മൾ എന്തിട്ട് കൊടുക്കണോടാ? വള്ളി ഇട്ട് കൊടുക്കണം എന്നുള്ള കാര്യം ആലോചിക്കുക. എന്താണ്? പെൺകുട്ടികൾക്ക് നമ്മൾ എപ്പോഴും, ഇത് പെൺകുട്ടിയാണ് കേട്ടോ, പെൺകുട്ടികൾക്ക് നമ്മൾ എന്തിട്ട് കൊടുക്കണം? വള്ളി ഇട്ട് കൊടുക്കണം എന്നുള്ള കാര്യം മക്കള് ആലോചിക്കുക. ഇനി ഇതൊക്കെ ചെയ്തത് ആൺകുട്ടിയാണെങ്കിൽ ഹിന്ദിയിൽ സെന്റൻസിന് കുറച്ച് വ്യത്യാസമുണ്ട്. നോക്കിക്കേ, പ്രസന്റില് ഒരു ആൺകുട്ടി ഡാൻസ് കളിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ലഡ്ക നാച്ച് താ ഹേ എന്ന് പറയും. താ ഹേ എന്ന് പറയും. എന്താണ്? താ എന്നായിട്ട് മാറി അല്ലെ? ആൺകുട്ടി ആയതുകൊണ്ട് താഹേ എന്നായിട്ട് മാറി. ശ്രദ്ധിച്ചോളാം. ലഡ്ക നാച്ച് താത്ത എന്ന് പറയുന്നത് പാസ്റ്റിൽ നടന്ന കാര്യത്തിന് അല്ലെ? ഇനി ഫ്യൂച്ചറിൽ നമ്മുടെ ആൺകുട്ടി ഡാൻസ് കളിക്കും എന്നുള്ളതിന് ലഡ്ക നാച്ചേങ്ക എന്ന് പറയും അല്ലെ? ഏങ്ക എന്നായിട്ട് മാറി. ഇവിടെ മക്കൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ആൺകുട്ടികൾക്ക് എപ്പോഴും നമ്മൾ എന്തിട്ട് കൊടുക്കണം? ആ ഇട്ട് കൊടുക്കണം. അതായത് ആ എന്നുള്ള ആ ചിഹ്നം ഇട്ട് കൊടുക്കണം. താഹേ, താത്ത, ഏങ്ക എന്നുള്ളത് അല്ലെ? ഹേ ചേർത്ത് കൊടുക്കണം പ്രസന്റിന്, പിന്നെ പാസ്റ്റിന് താ ചേർത്ത് കൊടുക്കണം, പിന്നെ ഫ്യൂച്ചറിന് ഏങ്ക ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഇത് ആൺകുട്ടിയല്ല പെൺകുട്ടിയല്ല, ഒരുപാട് ആൾക്കാര് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കുട്ടികൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ നമ്മൾ നോക്കിയാ എന്താണ് വ്യത്യാസം വരുത്തേണ്ടത്? ബച്ചേ നാച്ച് തേ ഹേ എന്നാക്കി മാറ്റണം. ബച്ചേ നാച്ച് തേ ഥേ എന്നാക്കി മാറ്റണം. ബച്ചേ നാച്ചേങ്കെ എന്നാക്കി മാറ്റണം. എന്താണ്? പ്രസന്റ് തേ ഹേ, പാസ്റ്റ് ഥേ ഥേ, ഫ്യൂച്ചർ തേങ്കേ എന്നാക്കി മാറ്റി അല്ലേ? അപ്പൊ ഇവിടത്തെ എന്താണ്? ഇവിടെ നമുക്ക് എന്ത് പറയാം? ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കി കൊടുക്കണം? എ ഇട്ട് കൊടുക്കണം. അതായത് എന്താണ്? എ എന്നുള്ള ചിഹ്നം ഇട്ട് കൊടുക്കണം. ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. പ്രസന്റിൽ ഹേ ആയിരിക്കും, പാസ്റ്റിൽ തായ് ആയിരിക്കും അല്ലെ? തായ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ തീ എന്ന് പറയുന്നത് തേയിലായിരിക്കും അവസാനിക്കുക. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഏങ്ക, ഏങ്കി അല്ലെങ്കിൽ ഏങ്കയിലായിരിക്കും അവസാനിക്കുക. ഇത്രയും കാര്യങ്ങൾ മക്കൾ എഴുതി അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദിയിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് മക്കൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുമായിട്ട് മിസ് വരും. ഇതേപോലുള്ള സെന്റൻസ് മക്കൾക്ക് അറിയാമെങ്കിൽ കമന്റും ചെയ്യുക. ഓക്കെ, ബൈ.